എടവനക്കാട് ഇക്ബാൽ സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ എം.ടി. വാസുദേവൻ നായർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. മാനവികതയുടെയും മനുഷ്യസ്നേഹത്തിന്റെയും സന്ദേശം കഥകളിലൂടെയും നോവലുകളിലൂടെയും സിനിമയിലൂടെയും മനുഷ്യഹൃദയങ്ങളിൽ സന്നിവേശിപ്പിച്ച സാഹിത്യകാരനാണ് എം.ടി. എന്ന് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ജില്ലാ ലൈബ്രറി കൌൺസിൽ അംഗം ടി.ആർ. വിനോയ് കുമാർ പ്രസ്താവിച്ചു. ഒരാൾ 100 പുസ്തകം വായിക്കുമ്പോൾ അയാൾക്ക് 101 ജീവിതം സാധ്യമാണ്. നല്ല രീതിയിൽ പുസ്തകം വായിക്കുന്ന മനുഷ്യർ നല്ല രീതിയിൽ ബഹുജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന മനുഷ്യരോളം തങ്ങളുടെ ജീവിതം കൂടുതൽ അർത്ഥവത്താക്കി മുന്നോട്ട് പോകാറുണ്ട്. എം.ടി. എന്ന എഴുത്തുകാരനേക്കാൾ കൂടുതൽ എം.ടി. എന്ന വായനക്കാരനെ കുറിച്ച് ആദ്യം പറയാം. താൻ ജീവിച്ചിരുന്ന കാലത്തും അതിനു മുമ്പും എഴുതി രേഖപ്പെടുത്തിയിട്ടുള്ള എല്ലാ പുസ്തകങ്ങളും ഒട്ടുമിക്ക പുസ്തകങ്ങളും വായിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ. ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ കൈപ്പടിയില്ലാതെ, അദ്ദേഹത്തിന്റെ മുന്നിലൂടെ അല്ലാതെ അദ്ദേഹം മാതൃഭൂമിയിൽ ജോലി ചെയ്യുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ കാഴ്ചയിലൂടെ അല്ലാതെ അക്കാലത്ത് മികച്ച ഒരു കൃതിയും പുറത്തിറങ്ങിയിട്ടില്ല. നമുക്കറിയാം, എം.ടിയെ പോലുള്ള ഒരാളുടെ ശ്രദ്ധ പറ്റിയിട്ടാണ് ഇവിടെയുള്ള മുഴുവൻ കഥകളും കവിതകളും ലേഖനങ്ങളും ഇന്നും പുറത്തിറങ്ങിയിരുന്നെങ്കിൽ ഒരു സംശയവും പറയേണ്ട, മലയാളത്തിൽ ഇറങ്ങിയ മുഴുവൻ കൃതികളും ഏറ്റവും മികച്ചത് തന്നെയായിരുന്നാണ്. വായനശാല പ്രസിഡന്റ് ബേസിൽ മുക്കത്ത് അധ്യക്ഷത വഹിച്ചു. വളരെ വേദനാജനകമായ ഒരു വേർപാടായിരുന്നു എം.ടി. വാസുദേവൻ നായർ മലയാള സാഹിത്യത്തിന് സംഭവിച്ചത്. ആ ധീര പോരാളിയെ തൂലിക കൊണ്ട് കേരളത്തെ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിന് മുഴുവനും അത്യുജ്വലമായ ഗ്രന്ഥങ്ങൾ സമ്മാനിച്ച എം.ടിയെ അനുസ്മരിക്കുവാൻ ഇന്നിവിടെ എത്തിച്ചേർന്ന നിങ്ങൾക്ക് ഈ വായനശാലയുടെ പേരിലുള്ള നന്ദി ആദ്യമേ പ്രകടിപ്പിക്കുകയാണ്. വൈസ് പ്രസിഡന്റ് ദാസ് കോമത്ത്, സെക്രട്ടറി വി.എസ്. ഗിരീശൻ, പ്രശോഭ് ഞാവേലി, പി.പി. സജീവ്, എം.ഡി. ജിബിൻ ഷാലി എന്നിവർ പ്രസംഗിച്ചു.